നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ യു കെ ബന്ധത്തിന് 2025 അസാധാരണമായ വർഷമാണെന്ന് വിശേഷിപ്പിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വ്യാപാരം, പ്രതിരോധം, വിദ്യാഭ്യാസം, നവീകരണം എന്നീ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിദേശകാര്യമന്ത്രി ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ന്യൂഡൽഹിയിലെ ബ്രിട്ടീഷ് എംബസിയിൽ നടന്ന യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ദേശീയ ദിനാഘോഷത്തിൽ സംസാരിക്കവെയാണ് പങ്കാളിത്തത്തിന്റെ ആക്കം നിലനിർത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ജയശങ്കർ പറയുന്നത്. 2025 ഇന്ത്യ യു കെ സഹകരണത്തിന് അസാധാരണമായ ഒരു വർഷമായിരുന്നുവെന്നും നമ്മുടെ ചലനാത്മകവും ഭാവിയിലേക്കുള്ളതുമായ പങ്കാളിത്തത്തിന്റെ ആക്കം തുടരുന്നതിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ സഹകരണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിന് യു കെയിലെ 9 പ്രമുഖ സർവകലാശാലകൾക്ക് അനുമതി ലഭിച്ചതായി ജയശങ്കർ പ്രഖ്യാപിച്ചു. ഇത് പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവ വികാസമാണെന്ന് യു കെ കമ്മീഷണർ എടുത്തു പറഞ്ഞു. ആൻഡ്രൂ മൌണ്ട് ബാറ്റൻ വിൻസന്റെ പിന്തുടർച്ചാവകാശത്തിൽ നിന്ന് ഔദ്യോഗികമായി നീക്കം ചെയ്യുന്നതിനുള്ള നിയമം പാസാക്കാൻ പദ്ധതിയില്ലെന്ന് സർക്കാർ അറിയിച്ചു. സിംഹാസനാവകാശത്തിൽ ആൻഡ്രൂ 8ാം സ്ഥാനത്താണ്. അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന ഒരേയൊരു പ്രധാന സ്ഥാനം അതാണ്. എന്നാൽ അദ്ദേഹം രാജാവാകുവാനുള്ള സാധ്യത തടയുവാൻ നിയമനിർമ്മാണം നടത്തണമെന്ന ആഹ്വാനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഔദ്യോഗികമായി നീക്കം ചെയ്യുന്നതിന് പാർലമെന്റിന്റെ ഒരു നടപടി ആവശ്യമാണ്. അത് സങ്കീർണവും ഓസ്ട്രേലിയയും കാനഡയും ഉൾപ്പെടെ എല്ലാ കോമൺവെൽത്ത് മേഖലകളുമായും യോജിക്കേണ്ടതുമാണ്. അതേസമയം വിൻസറിലെ റോയൽ ലോഡ്ജിൽ നിന്ന് സാൻഡ്രിംഗ് ഹാമിലേക്കുള്ള ആൻഡ്രൂവിന്റെ സ്ഥലമാറ്റം എത്രയും വേഗം പ്രായോഗികമാകുമെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചു. എന്നാൽ രാജകീയ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പുതുവത്സരം വരെ ആൻഡ്രൂ താമസം മാറുന്നതിൽ കാലതാമസം വരുത്തിയാൽ ക്രിസ്തുമസിന് സാൻഡ്രിംഗ്ഹാമിലായിരിക്കുന്നതിന്റെ നാണക്കേട് ഒഴിവാക്കാനാകുമെന്നാണ്. അവിടെയാണ് രാജകുടുംബം പരമ്പരാഗതമായി അവധിക്കാലം ആഘോഷിക്കാൻ ഒത്തുകൂടുന്നത്. പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ലേബർ എംപിക്ക് നിരവധി ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അയക്കുകയും ചെയ്ത ഒരാൾക്ക് 23 മാസം തടവ് ശിക്ഷ വിധിച്ച് കോടതി. 52-കാരനായ ലീ വൈറ്റിനെയാണ് കഴിഞ്ഞ ദിവസം കോടതി ശിക്ഷിച്ചത്. 2024 ഓഗസ്റ്റ് 29-നും സെപ്റ്റംബർ 1-നും ഇടയിൽ ലീ വൈറ്റ് സൌത്ത് ലണ്ടനിലെ ടൂട്ടിംഗ് എംപിയായ ഡോക്ടർ റൊസേന അല്ലിംഗ്ഹാനെ 109 സന്ദേശങ്ങൾ അയച്ചതായി കേംബ്രിഡ്ജ് ഷെയർ പോലീസ് പറഞ്ഞു. സന്ദേശങ്ങളിൽ വംശീയ അധിക്ഷേപവും കെയർ സ്റ്റാർമറെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും കൊല്ലുമെന്ന ഭീഷണിയും അടങ്ങിയിരുന്നതായി പോലീസ് പറഞ്ഞു. കൂടാതെ ഗ്രനേഡുകളും തോക്കുകളും ഉപയോഗിച്ച് പ്രൊബേഷൻ ഓഫീസിലുള്ള എല്ലാവരെയും കൊല്ലുമെന്നും കേംബ്രിഡ്ജിലെ പാർക്സൈഡ് പോലീസ് സ്റ്റേഷൻ പൊട്ടിത്തെറിക്കുമെന്നും ഭീഷണിപ്പെടുത്തി കൂടുതൽ സന്ദേശങ്ങൾ അയച്ചുവെന്നും പോലീസ് അറിയിച്ചു. ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അയക്കൽ, അക്രമമില്ലാതെ ഉപദ്രവിക്കൽ, കുറ്റകരമായ സന്ദേശം നൽകുക എന്നീ കുറ്റങ്ങൾ കേംബ്രിഡ്ജ് ക്രൌൺ കോടതിയിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു. ഗർഭിണിയായ കാമുകിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കാമുകനെ ജീവപര്യന്തം വിധിച്ച കോടതി. 47 വയസ്സുകാരൻ ഷെയ്ൻ മാർച്ചിനെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. 2024 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 32 വയസ്സുകാരിയായ അലാന ഒഡീസിയോസ് ഏകദേശം 8 ആഴ്ച ഗർഭിണിയായിരുന്നു. ആ സമയത്താണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. പ്രതി 19 തവണ അവരെ കുത്തി എന്നാണ് കണ്ടെത്തൽ. സംഭവം നടക്കുമ്പോൾ പ്രതി മുൻപ് നടത്തിയ കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച പരോളിൽ പുറത്തിറങ്ങിയതായിരുന്നു. പ്രതി ആദ്യം കുറ്റം സമ്മതിച്ചില്ലെങ്കിലും വിചാരണയ്ക്കിടെ പിന്നീട് കൊലപാതക കുറ്റം സമ്മതിക്കുകയായിരുന്നു. യുവ സൈനിക ജീവനൊടുക്കിയ സംഭവത്തിൽ സഹപ്രവർത്തകന് ശിക്ഷ. 2021-ൽ വിൽച്ചഷയറിലെ ലാർക്ക് ഹിൽ ക്യാമ്പിൽ ആർട്ടിലറി ഗണ്ണർ 19 വയസ്സുള്ള ജെസ്ലി ബൈക്ക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡയാൻ മേസൺ എന്ന സഹപ്രവർത്തകനെ സിവിലിയൻ ജയിലിൽ 6 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചു. പ്രതി ജെസ്ലി ബൈക്കിനെ ചുംബിക്കാൻ ശ്രമിക്കുകയും അനുചിതമായി സ്പർശിക്കുകയും ചെയ്തു എന്ന കേസിലാണ് ശിക്ഷ. ഇതിനെതിരെ പരാതി നൽകിയ ശേഷമാണ് യുവതി ജീവനൊടുക്കിയത്. അതേസമയം പ്രതിക്ക് ലഭിച്ച ശിക്ഷ കുറഞ്ഞുപോയെന്ന് ജെസ്ലിയുടെ അമ്മ ലേഗൻ മെക്ഡഡി ആരോപിച്ചു. മകൾക്ക് നീതി ലഭിച്ചില്ല. സൈന്യം യുവതികൾക്ക് സുരക്ഷിതമായ സ്ഥലമല്ലെന്നും പ്രതി 6 മാസം തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ ജീവപര്യന്തം തടവിൽ ജീവിക്കുന്നത് ഞങ്ങളാണെന്നും ലേഗൻ കൂട്ടിച്ചേർത്തു. 16ാമത് യുക്മ ലൈഫ് ലൈൻ ദേശീയ കലാമേള ഇന്ന് ചട്ടൻഹാമിലെ ക്ലേവ് സ്കൂളിൽ MT വാസുദേവൻ നായർ നഗറിൽ ചട്ടൻഹാം മേയർ ഡോക്ടർ ഡേവിഡ് വെല്ലിംഗ്ഹാം ഉദ്ഘാടനം ചെയ്യും. യുക്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ പ്രശസ്ത ബ്രിട്ടീഷ് ഇന്ത്യൻ ചലച്ചിത്ര സീരിയൽ താരം വരദ സേതു സെലിബ്രിറ്റി ഗസ്റ്റായി പങ്കെടുക്കും. രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന കലാമേളയുടെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ തയ്യാറെടുപ്പുകളെല്ലാം കൃത്യമായി നടത്തി ഒരുക്കങ്ങൾ പൂർത്തിയായതായി യുക്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ, ട്രഷറർ ഷിജോ വർഗീസ്, കലാമേള കൺവീനർ വർഗീസ് ഡാനിയൽ എന്നിവർ അറിയിച്ചു.
റീജിയണൽ കലാമേളകളിൽ മത്സരാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ വർധനവും മത്സര എണ്ണങ്ങളിലെ വർധനവും മുൻനിർത്തി ഇത്തവണ 7 വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ യോഗത്തിന് സ്വാഗതം ആശംസിക്കും. യുഗ്മ ദേശീയ ഭാരവാഹികൾ പങ്കെടുക്കുന്ന യോഗത്തിന് കലാമേള കൺവീനർ വർഗീസ് ഡാനിയൽ നന്ദി അറിയിക്കും. ദേശീയ കലാമേളയിലേക്ക് മുഴുവൻ മത്സരാർത്ഥികളെയും കാണികളെയും യുഗ്മ ദേശീയ സമിതിക്ക് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ, ഇവന്റ് കോർഡിനേറ്റർ ഡോക്ടർ ബിജു പെരിങ്ങത്തറ എന്നിവർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിലെ കല്ലൂപ്പാറ ഗ്രാമത്തിൽ നിന്നുള്ളവരുടെ എന്റെ നാട് കല്ലൂപ്പാറ എന്ന പേരുള്ള പ്രഥമ കുടുംബ സംഗമം ലേസ്റ്ററിൽ നടന്നു. ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി പെരുന്നാളും ഉത്സവവും ഒന്നായി ആഘോഷിക്കുന്ന മതേതര പൈതൃകമുള്ള കല്ലൂപ്പാറയോടുള്ള ആദരവ് കൂടിയായിരുന്നു ഈ സംഗമം. 40ഓളം കുടുംബങ്ങളിൽ നിന്നായി 70ലധികം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ യുണൈറ്റഡ് കല്ലൂപ്പാറയുടെ ലോഗോ പ്രകാശനവും ഉണ്ടായി. പരസ്പര സഹായത്തിന്റെയും സഹകരണത്തിന്റെയും വേദിയായി കൂട്ടായ്മ മാറണമെന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത യോഗം വരും വർഷങ്ങളിൽ കൂടുതൽ കല്ലൂപ്പാറക്കാരെ ഒരുമിപ്പിച്ച് വിപുലമായ കുടുംബസംഗമം നടത്താൻ ധാരണയായി. മലയാളികൾക്ക് കേരളപ്പിറവി ആശംസയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തിലെ തന്നെ വിരലിലെണ്ണാവുന്ന പ്രദേശങ്ങൾ മാത്രം കൈവരിച്ചതും ഏതൊരു പുരോഗമന സമൂഹവും സ്വപ്നം കാണുന്നതുമായ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പദവിയിലേക്ക് കേരളം ഉയരുകയാണെന്നും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മാനവിക മാതൃകയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലയാള കവിതയ്ക്ക് പുതുഭാവുകത്വം നൽകിയ കെ.ജി. ശങ്കരപ്പിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. കവിതയുടെ സംക്രമണ കാലത്തിന് ശോഭയേകിയ കവിയാണ് കെ.ജി. ശങ്കരപ്പിള്ളയെന്ന് പുരസ്കാര സമിതി പറഞ്ഞു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും സാഹിത്യ നിരൂപകനുമാണ് കെ.ജി. ശങ്കരപ്പിള്ള. കേരള കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, പ്രൊഫസർ CP അബൂബക്കർ എന്നിവരടങ്ങുന്ന പുരസ്കാര സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.